Hello students, today we are going to discuss about the doubt of a girl. How fast does this tree grow? Why can't I grow like it? കുട്ടിയുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ട്രീ എത്ര വേഗത്തിലാണ് ഗ്രോ ചെയ്യുന്നത്, അതുപോലെ ഞാൻ എന്താണ് ഗ്രോ ചെയ്യാത്തത്. You too may have had such doubt. Is growth in plants and animals alike? Discuss. നിങ്ങൾക്കും സെയിം ഡൗട്ട് ഉണ്ടായിട്ടില്ലേ? പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഗ്രോത്ത് ഒരുപോലെയാണോ, വളർച്ച ഒരുപോലെയാണോ? ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ഈസ് മെയിൻലി സെൻറ്റേർഡ് അറ്റ് ദ ടിപ്പ് ഓഫ് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് മെയിനായിട്ടും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്? സ്റ്റെമ്മിലും റൂട്ടിലും, അതിൻ്റെ കാണ്ഡത്തിലും വേരിലുമാണ്. ബട്ട് ഇൻ ആനിമൽസ് ഗ്രോത്ത് ഈസ് നോട്ട് കൺഫൈൻഡ് ടു എനി സ്പെസിഫിക് ഏരിയ. പക്ഷെ ആനിമൽസിൽ ഒരു പ്രത്യേക ഭാഗം മാത്രമല്ല വളരുക, കൈ മാത്രം വളരുക, കാല് മാത്രം വളരുക, അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു പ്രത്യേക ഭാഗമില്ല. എന്നാൽ പ്ലാന്റ്സിൽ സ്റ്റെം റൂട്ട് മാത്രമേ വളരണുള്ളൂ, അതിൽ തന്നെ ചില പാർട്ടുകൾ മാത്രം. വൈ ഡസ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ഓക്കർ അറ്റ് സ്പെസിഫിക് ഏരിയ? എന്തുകൊണ്ടാണ് പ്ലാന്റ്സിൽ സ്പെസിഫിക് ഏരിയയിൽ മാത്രം വളരുന്നത്? ഫൈൻഡ് ദ ആൻസർ ബൈ അനലൈസിങ് ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതിൻ്റെ റീസൺ കണ്ട് മനസ്സിലാക്കാം. അതിന് കാരണം പ്ലാന്റ്സിലുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസാണ് അതിന് പ്രത്യേക പാർട്ട് മാത്രം ഗ്രോ ചെയ്യാൻ കാരണം. എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്? മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ സ്പെസിഫിക് സെൽസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് ദ റൂട്ട് ഇൻ പ്ലാന്റ്സ്. ടിപ്പിലും അതുപോലെ റൂട്ടിൻ്റെ ടിപ്പിലൊക്കെ കാണുന്ന സ്പെസിഫിക് സെൽസ് ആണ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഓർ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ദേ അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ. വേഗത്തിൽ അതെന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ 1, 2 ആവാം, 2, 4 ആവാം, അങ്ങനെ വിഭജനം നടക്കുക, ഡിവിഷൻ. ആൻഡ് ദീസ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അങ്ങനെ വേഗത്തിൽ വിഭജിച്ചിട്ടാണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എല്ലാ ഭാഗത്തും കാണുന്നില്ല, സ്പെഷ്യൽ ഭാഗത്ത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും സാധാരണ ഓർഡിനറി ടിഷ്യൂവും തമ്മിൽ കുറേ ഡിഫറൻസസ് ഉണ്ട്. ഒരു മെച്യൂർ സെല്ലും ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നുള്ളൊരു വീഡിയോ നമുക്ക്. Have you ever thought how a plant grows quickly into a tree and why it keeps on growing always? In comparison to animals, the high rate of growth in plants is due to the presence of meristematic tissues in them. Meristematic tissues are specialized tissues seen mainly at the tip of the root and shoot of plants. Growth occurs due to the continuous division of the cells present in this tissue. These cells are called as meristematic cells. Now let us observe the characteristic features of meristematic cells and how they differ from permanent cells. Meristematic cells have large nucleus and dense cytoplasm. The cell wall is thin. But in a permanent cell, the nucleus is small and the quantity of cytoplasm is less. The cell wall is thick. In addition to primary wall, secondary wall is also present. അപ്പോൾ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ വീഡിയോ കണ്ടു അല്ലേ? അതിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ഡിവിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനോഹരമായി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയൊരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും ഒരു സാധാരണ മെച്യൂർ ടിഷ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം ഈ പട്ടിക ഫില്ല് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്, തിക്നെസ് ഓഫ് ദ സെൽ വോൾ, ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം. അത് മെരിസ്റ്റമാറ്റിക് സെല്ലിൽ എങ്ങനെയാണ്, മെച്യൂർ പ്ലാന്റ് സെല്ലിൽ എങ്ങനെയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ
റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ആദ്യം നോക്കാം. അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ ലാർജ് ന്യൂക്ലിയസ് കണ്ടോ, ലാർജ് ന്യൂക്ലിയസ്, ഇതിൽ സ്മോൾ ന്യൂക്ലിയസ്. ഇവിടെ എഴുതേണ്ടത് മെരിസ്റ്റമാറ്റിക് സെല്ലിൽ ലാർജ് ന്യൂക്ലിയസ്, മെച്യൂർ പ്ലാന്റ് സെല്ലിൽ സ്മോൾ ന്യൂക്ലിയസ്. തിക്നെസ് ഓഫ് ദ സെൽ വോൾ, ഇത് തിന്നാണ്, മെരിസ്റ്റമാറ്റിക്കിൽ തിന്ന്, ഇതിൽ തിക്കാണ്. ഇവിടെ എഴുതേണ്ടത് തിൻ, സെൽ വോൾ തിൻ, ഇതിൽ തിക്ക്, അത്ര എഴുതിയാൽ മതി. ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം, സൈറ്റോപ്ലാസം എത്രയുണ്ടെന്ന്, ഇതിൽ മോർ സൈറ്റോപ്ലാസം മെരിസ്റ്റമാറ്റിക്കിൽ, സാധാരണയിൽ ലെസ് സൈറ്റോപ്ലാസം. കമ്പാരിറ്റീവ്ലി ആണ് കേട്ടോ, അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ലെസ്. ഓക്കെ, ഇപ്പോൾ മോർന്ന് എഴുതാം, ഇവിടെ ലെസ് എന്ന് എഴുതാം. ഇവിടെ ഒരു കുട്ടി തെറ്റ് എഴുതിയിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ എഴുതണ്ട. മോർ ലെസ്, ഈ പെണ്ണോണ്ട് എഴുതിയാൽ മാത്രം കേട്ടോ, അത് എഴുതിയെടുക്കാം. ഇനി അതിൻ്റെ താഴെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ആർ ഫോംഡ് ഫ്രം മെരിസ്റ്റമാറ്റിക് സെൽ. പ്ലാന്റ് ടിഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് മെരിസ്റ്റമാറ്റിക് സെല്ലിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടാകുന്ന പ്ലാന്റ് ടിഷ്യൂസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം എക്സെട്ര ആർ different types of plant tissues. Let's observe these tissues through a microscope. ഈ ടിഷ്യൂവിനെ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാം. അപ്പോൾ ടീച്ചർ ആദ്യം വേരിൻ്റെ ഒരു റൂട്ടിൻ്റെ ഡിസെക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ ഡിസെക്ഷൻ എടുത്ത് ഇതൊക്കെ നോക്കണം. അപ്പോൾ ഇപ്പോൾ എടുക്കുന്നില്ല, അതൊരു വീഡിയോ വഴി നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ കാണും നമ്മൾ വീഡിയോ നോക്കുമ്പോൾ. കോളൻകൈമ, പാരൻകൈമ, സ്ക്ലീറൻകൈമ, ഫ്ലോയം, സൈലം, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസാണ്. ഇത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നാണ് ഉണ്ടാകുന്നത്. കണ്ടോ, സ്റ്റെമ്മിൻ്റെ ഡിസെക്ഷൻ എടുക്കും. എന്നിട്ട് ഇവിടെ കണ്ടോ, ഈ ഒരു എണ്ണത്തിനാണ് ഇവിടെ എൻലാർജ് ചെയ്തത്, ഈ ഒരു പാർട്ടിനാണ് എൻലാർജ് ചെയ്ത് ഇവിടെ കാണിച്ചേക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ നമുക്കൊന്ന് നോക്കാം. സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ടിഷ്യൂസൊക്കെ വീഡിയോ വഴി കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. എന്നിരുന്നാലും ടീച്ചർ അതൊന്നും കൂടി റിവൈസ് ചെയ്യാം. പാരൻകൈമ എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് ഓഫ് സെൽസ് വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഘടനയുള്ളതാണ് പാരൻകൈമ. സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിൻ്റെ സോഫ്റ്റ് പാർട്ട് മൃദുവായ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്, ഫോട്ടോസിന്തസിസിനും ഫുഡ് സ്റ്റോർ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു.
Collenchyma, composed of cells that are thick only at the corners of the cell wall. അതിൻ്റെ കോർണറിൽ മാത്രം എന്താണ് കട്ടിയുണ്ട്. പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്ട്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വഴക്കവും അതുപോലെ സപ്പോർട്ട് സംരക്ഷണമൊക്കെ നൽകാനാണിത് സഹായിക്കുന്നത്. ഇനി സ്ക്ലീറൻകൈമ, കമ്പോസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വോൾ. എല്ലാ ഭാഗത്തും സെൽ വോളിൻ്റെ എല്ലാ ഭാഗത്തും കണ്ട മെറൂൺ കളറിൽ തിക്കാക്കിയിട്ട് കൊടുത്തേക്കണം അല്ലേ. അതിൻ്റെ സെൽ വോളൊക്കെ എന്താണ് നല്ല കട്ടി കൂടിയതാണ്. പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്ട്. ദൃഢതയും ബലവും ഒക്കെ നൽകുന്ന ഭാഗമാണ്. അങ്ങനെ ചിരട്ട, ചകിരി അതിലൊക്കെ സ്ക്ലീറൻകൈമ കാണാം. ഓക്കെ. ഇനി വാസ്കുലാർ ടിഷ്യൂസാണ് രണ്ടും. അതായത് വെള്ളവും ലവണങ്ങളും മണ്ണിലുള്ള ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന ടിഷ്യൂസാണ് വാസ്കുലാർ ടിഷ്യൂ. അപ്പോൾ അതേതൊക്കെയാണ്? സൈലോം, ഫ്ലോയം. അത് the water and minerals absorbed by roots need to be transported to leaves and the food prepared in leaves need to be transported to different parts. വെള്ളവും മിനറൽസും എന്ത് വലിച്ചെടുക്കും? റൂട്ട് വലിച്ചെടുത്തിട്ട് പ്ലാന്റിൻ്റെ ലീവ്സിലെത്തിക്കും അല്ലേ. ലീവ്സിലെത്തിയതിന് ശേഷം ലീവ്സ് എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കും. ദ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഫോംഡ് ഫ്രം പെക്യുലിയർ സെൽസ് ടു ഡു ദീസ് ആർ കോൾഡ് വാസ്കുലാർ ടിഷ്യൂസ്. ഈ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസിന് വാട്ടറും മിനറൽസും എത്തിക്കുകയും ഫുഡ് എത്തിക്കുകയും ചെയ്യുന്ന ഈ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് വാസ്കുലാർ ടിഷ്യൂസ്. ദേ ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ് ബിക്കോസ് ദേ ആർ ഫോംഡ് ഫ്രം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. ഇതിനെ കോംപ്ലക്സ് ടിഷ്യൂ എന്നും പറയുന്നു. The two types of complex tissues found in plants are xylem and phloem. കോംപ്ലക്സ് ടിഷ്യൂസ് രണ്ട് തരത്തിലുണ്ട് പ്ലാന്റ്സിൽ. അതിൻ്റെ പേരാണ് സൈലം, ഫ്ലോയം. സൈലം എന്താണെന്ന് നോക്കാം. സൈലത്തിൻ്റെ ഫങ്ഷൻ ട്യൂബ്സ് ഫോംഡ് ഫ്രം ഇലോങ്ങേറ്റഡ് സെൽ, നീളത്തിലുള്ള സെല്ല് കൊണ്ടുണ്ടാക്കിയതാണ്. ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ലീവ്സ്. റൂട്ടിൽ നിന്ന് വാട്ടറും മിനറൽസും ലീവ്സിൽ എത്തിക്കുന്നു. ഹാസ് തിക്ക് സെൽ വോൾ ആൻഡ് ദെർഫോർ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ്. പ്ലാന്റ്സിന് സപ്പോർട്ടും സ്ട്രെങ്ത്തും നൽകുന്നു. ഫ്ലോയം, കമ്പോസ്റ്റ് ഓഫ് ട്യൂബുലാർ ഇൻ്റർ കണക്റ്റഡ് സെൽ. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇൻ്റർ കണക്റ്റഡ് സെല്ലാണ്. ട്രാൻസ്പോർട്ട്സ് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി. ലീവ്സിലുണ്ടാക്കിയ ഫുഡ് പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ എത്തിക്കുകയാണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ. ഇനി ആ പിക്ചറിൻ്റെ താഴെയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടതാണ് കേട്ടോ. ട്രാൻസ്പോർട്ട്സ് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ലീവ്സിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കുന്ന ടിഷ്യൂ ഇതാണ്. അപ്പോൾ ആൻസർ ഈസ് ഫ്ലോയം. ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ലീവ്സ്. റൂട്ടിൽ നിന്ന് ലീവ്സിലേക്ക് വാട്ടറും മിനറൽസും എത്തിക്കുന്ന ഭാഗം സൈലം. സീൻ ഇൻ ദ ടെൻഡർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിൻ്റെ മൃദുവായ ഭാഗങ്ങളിൽ കാണുന്ന സെല്ല് പാരൻകൈമ. ഓൺലി ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വോൾ ആർ തിക്ക്. സെൽ വോളിൻ്റെ കോർണേഴ്സ് മാത്രം തിക്കായിട്ടുള്ളത് കോളൻകൈമ. സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വോൾ ആർ സീൻ. സെൽ വോൾ മൊത്തം തിക്കായിട്ടുള്ള സെല്ലിൻ്റെ പേര് സ്ക്ലീറൻകൈമ. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് വാസ്കുലാർ ടിഷ്യൂസ് ഏതൊക്കെയാണ്. കോംപ്ലക്സ് ടിഷ്യൂൻ്റെ പേര് എഴുതുക, സൈലം, ഫ്ലോയം. ദെൻ അതർ പ്ലാന്റ് ടിഷ്യൂ ചോദിക്കുമ്പോൾ പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ. ഓക്കെ, പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ. ഓക്കെ. ഇനി അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ടീച്ചർ എടുക്കണം. അപ്പോൾ ഇതും നിങ്ങൾ ഫില്ല് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സ്റ്റുഡൻസ്, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. First, there is a doubt. Cells combine to form tissues. What if tissues combine? കുട്ടിയുടെ ഒരു ഡൗട്ടാണിത്. റൈറ്റ് യുവർ റെസ്പോൺസ് ടു ദിസ്.
do tissues work together just as the cells do? Based on indicators, analyze the illustrations given below. Write your inferences in the science diary. കുട്ടി ചോദിക്കുന്നത് സെൽസ് കമ്പൈൻ ടു ഫോം ടിഷ്യൂസ്. വാട്ട് ഇഫ് ടിഷ്യൂസ് ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? അപ്പോൾ അത് നമുക്കൊരു ഇൻഡിക്കേറ്റർ വഴി മനസ്സിലാക്കാം. നോക്കുക, ടിഷ്യൂസ് അല്ലേ, ഏതൊക്കെ ടിഷ്യൂസ് ഉണ്ട്? നെർവസ് ടിഷ്യൂസ്, എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ് ആൻഡ് മസ്കുലാർ ടിഷ്യൂ. Then different types of these tissues are joined together to form organ. Which type of organ is formed here? ഏത് ടൈപ്പ് ഓർഗനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? സ്റ്റമക്ക് അല്ലേ. ദെൻ വേറൊരു ഓർഗൻ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്റ്റൊമക്കിലും ഈ 4 ടൈപ്പ് ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനിലും ഈ 4 ടൈപ്പ് ടിഷ്യൂ ഉണ്ട്. ദീസ് ഓർഗൻസ് ടുഗെദർ ജോയിൻ ടു ഫോം ഓർഗൻ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഏത് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പാർട്ടുകളാണ് ഏത്? ഓർഗൻസാണ് സ്റ്റമക്ക്, ഇൻറ്റസ്റ്റൈൻ. വേറെയും പാർട്സ് ഉണ്ട്, മൗത്ത്, ഈസോഫാഗസ്, അങ്ങനെ കുറേ പാർട്സുകളുണ്ട്. പക്ഷെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ 2 പാർട്ട് മാത്രം. ഓക്കെ, അപ്പോൾ ടിഷ്യൂസ് ജോയിൻ ടുഗെദർ ടു ഫോം ഓർഗൻ, ഓർഗൻസ് ഡിഫറെൻറ്റ് ഓർഗൻസ് ജോയിൻ ടുഗെദർ ടു ഫോം ഓർഗൻ സിസ്റ്റം. ഇവിടുത്തെ ഓർഗൻ സിസ്റ്റത്തിൻ്റെ പേരാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ടീച്ചർ ഇവിടെ വേറൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ നോട്ട്സ് വെച്ച് ടീച്ചർ പറഞ്ഞുതരാം. നമുക്ക് ഒന്നാമത്തെ അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്: What are the functions performed by each tissue in the illustration? ഇല്ലസ്ട്രേഷനിൽ ഓരോ ടിഷ്യൂം പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ എന്താണ്? അപ്പോൾ ടിഷ്യൂസ് ഏതൊക്കെയാണ്? നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾക്കറിയാം, ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗത്തുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, ആ ഫങ്ഷൻ എഴുതിയേക്കാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? What are the important tissues that the stomach and the intestine are made up of? ഇൻറ്റസ്റ്റൈനും സ്റ്റൊമക്കും മെയ്ഡ് ചെയ്തേക്കുന്ന ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ അല്ലേ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റൊമക്ക്? സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫുഡ് ഈസ് പൾവറൈസ്ഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു പേസ്റ്റ്, ഹെൽപ്സ് ഡൈജഷൻ. ഫുഡിനെ പേസ്റ്റാക്കി മാറ്റുന്നു, ഡൈജഷന് സഹായിക്കുന്നു. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇൻറ്റസ്റ്റൈൻ? ഇൻറ്റസ്റ്റൈൻ്റെ ഫങ്ഷൻ എന്താണ്? ഹെൽപ്സ് ഡൈജഷൻ, ഹെൽപ്സ് ദ അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ്. ഡൈജസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു, ഒപ്പം അബ്സോർപ്ഷൻ ആഗീരണത്തിനും സഹായിക്കുന്നു. ഇനി, ഈസ് ദ ഫങ്ഷൻ പെർഫോംഡ് ബൈ എൻ ഓർഗൻ ദ സെയിം ആസ് ദ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂവൻറ്റ് ടിഷ്യൂ? അതായത് ഓർഗൻ്റെ ഫങ്ഷൻ തന്നെയാണോ ടിഷ്യൂസും ചെയ്യുന്നതെന്ന്. ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ തന്നെയാണോ ഓർഗനുള്ളത്? മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണോ? അത് നമുക്ക് നോക്കാം. ഈച്ച് ടിഷ്യൂ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഫങ്ഷൻ ആൻഡ് ഇറ്റ് ക്യാരിഡ് ഔട്ട് ദ ഫങ്ഷൻ. ബട്ട് വെൻ ഓർഗൻസ് ആർ ഫോംഡ് ബൈ ദ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ, ഓർഗൻസ് ഹാവ് ടു അണ്ടർടേക്ക് ദെയർ സ്പെസിഫിക് ഫങ്ഷൻ. ദ ഫങ്ഷൻ ഓഫ് സ്റ്റൊമക്ക് ഈസ് ഡൈജഷൻ, ബട്ട് ദ സ്റ്റൊമക്ക് ഈസ് ലൈൻഡ് ബൈ എപ്പിത്തീലിയൽ ടിഷ്യൂ. Stomach is mainly made up of muscular tissue. The stomach wall has blood vessels and which carry nutritious blood. Nervous tissue are also present in the stomach. They receive stimuli regarding the changes taking place in the stomach and send proper impulses. അതായത് ടിഷ്യൂസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡിഫറെൻ്റ് ആണ്. പക്ഷേ ടിഷ്യൂസിൻ്റെ ഫങ്ഷൻ ഡൈജഷനല്ല. ടിഷ്യൂസ് എല്ലാ ടിഷ്യൂവും കൂടി ചെയ്തതിന് ശേഷം ഓർഗൻ ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് ഫങ്ഷനാണ്, ഡൈജഷൻ. അപ്പോൾ സ്റ്റൊമക്ക് ചെയ്യണത് തന്നെയാണ്, അതിൻ്റെ ടിഷ്യൂ ചെയ്യണത് തന്നെയാണ് ഓർഗൻ ചെയ്യണതല്ല. ടിഷ്യൂ അതിൻ്റെ ഓരോരോ ഫങ്ഷൻ ചെയ്യുന്നു, പക്ഷെ ഓർഗൻ ഡൈജഷൻ എന്നുള്ള ഫങ്ഷൻ ചെയ്യുന്നു. അത് ഈ ഓർഗൻ മാത്രം കേട്ടോ, വേറെ പല ഓർഗൻസും വേറെ ഫങ്ഷനാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റാണ് ഓർഗൻ്റെ ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്?
അതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഓൾ ഓർഗൻസ് ആർ ജോയിൻ ടുഗെദർ ടു ഫോം ഓർഗൻ സിസ്റ്റം ആൻഡ് ഡു എ പെർട്ടിക്കുലർ ഫങ്ഷൻ എന്ന് നിങ്ങൾ ഷോർട്ടാക്കി എഴുതാം. ഓക്കെ, അപ്പം അത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഓർഗൻസും ഓർഗൻ സിസ്റ്റവും എഴുതാനായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഓർഗൻ ഇവിടെ തന്നിട്ടുണ്ട്, ഓർഗൻ സിസ്റ്റം നമ്മൾ എഴുതണം. അപ്പോൾ ഹാർട്ടും ബ്ലഡ് വെസലും ചേർന്നിട്ടുള്ള ഓർഗൻ സിസ്റ്റം ഏതാണെന്ന് എഴുതണം. അതിൻ്റെ പേരാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടോ. ഇതൊരു വേറെ പഴയ പുസ്തകത്തിൽ ഒരു കുട്ടി ചെയ്ത് വെച്ചേക്കണം സർക്കുലേറ്ററി സിസ്റ്റം. സ്പെല്ലിംഗ് CIR ആണ് കേട്ടോ, സർക്കുലേറ്ററി സിസ്റ്റം. നോസ്, ട്രക്കിയ, ലങ്സ്, മൂക്ക്, ലങ്സ്, ശ്വാസകോശം, ശ്വാസനാളം, അതൊക്കെ ഉള്ള ഇതിനെ ഓർഗൻ സിസ്റ്റത്തിനെ പറയുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്, തെറ്റാണ്. റെസ്പിറേറ്ററി PI ആണ് റെസ്പിറേറ്ററി സിസ്റ്റം. കിഡ്നി, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ. കിഡ്നി, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ ഒക്കെ കൂടിയിട്ടുള്ള സിസ്റ്റമാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇതിൽ തെറ്റാണ് കേട്ടോ, എക്സ്ട്രീറ്ററി അല്ല, എക്സ്ക്രീറ്ററി ESCRE കേട്ടോ, എക്സ്ക്രീറ്ററി സിസ്റ്റം. ബ്രെയിനും നെർവും ഒക്കെ കൂടിയിട്ടുള്ള സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. അപ്പോൾ അത് നമ്മൾക്ക് എഴുതാനുണ്ട്. ഇനി അതുപോലെ അത് ടീച്ചർ ശരിയായിട്ടുള്ളത് ഇതാ ഇതിൽ സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം. കണ്ടോ, ഇതെടുത്തിട്ട് കൃത്യമായിട്ട് എഴുതാം കേട്ടോ. ഇനി ഓരോന്ന് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. നമുക്കറിയാം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആറ്റംസ് ചേർന്നിട്ട് യുണൈറ്റഡ് ടുഗെദർ ടു ഫോം മോളിക്യൂൾസ്, മോളിക്യൂൾസ് യുണൈറ്റ് ടുഗെദർ ടു ഫോം സെൽ ഓർഗനൽസ്, സെൽ ഓർഗനൽസ് യുണൈറ്റ് ടുഗെദർ ടു ഫോം സെൽ, സെൽ യുണൈറ്റ് ടുഗെദർ ടു ഫോം ടിഷ്യൂ, different type of tissue unite together to form organs unite together to form organ system unite together to form organism unite together to form population, different population unite together to form community. അതായത് ആറ്റം ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകുന്നു, മോളിക്യൂൾസ് ചേർന്ന് സെൽ ഓർഗനൽ ഉണ്ടാകുന്നു, വിവിധ തരത്തിലുള്ള സെൽ ഓർഗനൽ ചേർന്ന് സെല്ലുണ്ടാകുന്നു, വിവിധ സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ഉണ്ടാകുന്നു, വിവിധ ടിഷ്യൂ ചേർന്ന് ഓർഗൻ ഉണ്ടാകുന്നു, ഗ്രൂപ്പ് ഓഫ് ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം ചേർന്ന് ഓർഗാനിസം, വിവിധ ഓർഗാനിസം ചേർന്ന് പോപ്പുലേഷൻ, ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ചേർന്ന് കമ്മ്യൂണിറ്റി. ഓക്കെ, അതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ എഴുതേണ്ടത്. ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇതിൽ കുറേ സെൽസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫങ്ഷൻ എഴുതാൻ പറഞ്ഞേക്കണേ. സപ്പോർട്ടും പ്രൊട്ടക്ഷനൊക്കെ ചെയ്യുന്ന സെൽ ഏതാണെന്ന് ഇവിടെ എഴുതണം. മസ്കുലാർ ടിഷ്യൂ ആൻഡ് സ്കെലിറ്റൽ ടിഷ്യൂ. കവേഴ്സ് ദ ബോഡി പാർട്ടിനെ കവർ ചെയ്യുന്നത് നമുക്ക് പറയാം കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് നോട്ട് കണക്റ്റീവ് ടിഷ്യൂ, ദറ്റ് ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലേ. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂ കേട്ടോ. കവേഴ്സ് ദ ബോഡി പാർട്ടിനെ കവർ ചെയ്യുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, പക്ഷേ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കണക്റ്റീവ് ടിഷ്യൂ കേട്ടോ. ഹെൽപ്സ് ടു റെസ്പോണ്ട് ബൈ റെക്കഗ്നൈസിങ് ചേഞ്ചസിനെ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യുന്ന ടിഷ്യൂ നെർവസ് ടിഷ്യൂ കേട്ടോ. ഇതിൽ രണ്ടാമത്തെ ആൻസർ D ആണ് കേട്ടോ. തേർഡിൻ്റെ ആൻസർ അതും കോർണേഴ്സ് ഓഫ് ദ വിച്ച് ഇൻഡിക്കേറ്റ് കോളം കൈമനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോർണേഴ്സ് ഓഫ് ദ സെൽസ് ആർത്തേക്ക്. ഇതും D തന്നെയാണ് ആൻസർ. ഓക്കെ, ഞാൻ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് എടുക്കാം.